ഹായ് എവ്രി വൺ, നമുക്കിന്ന് ആൻസർ കീ ചെക്ക് ചെയ്യാം എൻ ടി എയുടെ. യെസ്, ഒഫീഷ്യൽ സൈറ്റ് തുറന്നതിന് ശേഷം നമ്മൾ ക്ലിക്ക് ചെയ്യുക ടു ആൻസർ കീ ചലഞ്ച്. അപ്ലിക്കേഷൻ നമ്പർ അടിച്ചു കൊടുക്കുക. Then capture captcha. സബ്മിറ്റ് ചെയ്യുക. ദെൻ നിങ്ങളുടെ കാൻഡിഡേറ്റിൻ്റെ ഡീറ്റെയിൽസ്, അതായത് നിങ്ങൾ അപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുന്നതിനനുസരിച്ചുള്ള കാൻഡിഡേറ്റിൻ്റെ ഡീറ്റെയിൽസ് വരും. അതിൽ തന്നെ ചലഞ്ച് ഓപ്ഷൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ ടി എ തന്നിരിക്കുന്ന ഓപ്ഷൻസ് കാണാവുന്നതാണ്. ഇപ്പം ഈ ഒരു 809 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഐ ഡി 93806803 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഐ ഡിൻ്റെ കറക്റ്റ് ഓപ്ഷൻ 4 ആണ്. അതായത് എൻ ടി എ തരുന്ന ആൻസർ ആണ് ഈ 4. അതാണ് ഈ ഒരു ഗ്രേ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 150 ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, ദെൻ നമ്മൾ ബാക്ക് അടിക്കുന്നു. ഈ ഒരു വ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ റെസ്പോൺസ് ഷീറ്റ് കാണാവുന്നതാണ്. ഇതിപ്പം ഒരു ക്വസ്റ്റ്യൻ, അതിൻ്റെ ഓപ്ഷൻ ചൂസൺ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. ആൻസേർഡ് ആണോ അൺആൻസേർഡ് ആണോ എന്നുള്ള സ്റ്റാറ്റസ് ഇവിടെ കാണിക്കുന്നതായിരിക്കും. സോ ഇത് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്തും പിന്നെ എൻ ടി എ തന്നിരിക്കുന്ന ആൻസർക്കും വെച്ച് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഓൾസോ ഇറ്റ് ക്യാൻ ബി ഡൗൺലോഡഡ്. പ്രിന്റ് ബട്ടൺ അടിക്കുമ്പോൾ അങ്ങനെ നമ്മൾ പ്രിന്റ് അടിക്കുന്ന സമയത്ത് സേവ് ആസ് PDF എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അതിൽ സേവ് അടിക്കുക. ഓക്കെ, അപ്പം നമുക്കിങ്ങനെ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഡെസ്ക്ടോപ്പിലൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി ചെക്ക് ചെയ്യുമ്പോഴൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഐ ഡി ഇപ്പം ഇത്രയുമാണ് നമ്മളെ ക്വസ്റ്റ്യൻ ഐ ഡി എന്ന് പറയുന്നത്. ഇപ്പം ലാസ്റ്റത്തെ 6812 എന്നുള്ള ആ ഒരു നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റും പിന്നെ എൻ ടി തന്നിരിക്കുന്ന ആൻസർ കീയും നോക്കിയിട്ട് കണ്ടുപിടിക്കാം. ഇത് ഓർഡറിലായിരിക്കില്ല. ഇപ്പോൾ 812 ആണ് ഇവിടെ ഉള്ളത്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6810 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അത് വേറെ ആൾക്കാർക്ക് വേറെ നമ്പർ ആയിരിക്കും. ഇതൊരിക്കലും ഓർഡറിലായിരിക്കില്ല ഉണ്ടാവുന്നത്. സോ നിങ്ങൾ ഈ ഒരു ലാസ്റ്റ് 4 നമ്പേഴ്സ് വെച്ചിട്ട് വേണം നിങ്ങൾ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കാൻ. ഇതും എൻ ടി എയുടെ ആൻസർ ക്യൂയും തമ്മിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ആൻസർ നോക്കാൻ. ഓക്കെ, യെസ്, അങ്ങനെ നിങ്ങളെ മാർക്ക് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എത്ര മാർക്ക് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ദെൻ ഇവിടെ ഒരു ചലഞ്ച് ഓപ്ഷൻ ഉണ്ട്. ചലഞ്ച് ഓപ്ഷനിൽ നമുക്ക് വേണ്ടത് ഇപ്പം ഫോർ എക്സാമ്പിൾ 809 എന്ന് പറയുന്ന 6809 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഐ ഡിയുടെ ഓപ്ഷൻ ഇപ്പം ഞാൻ ചലഞ്ച് ചെയ്യാണ്. 4 അല്ല, പകരം നൺ ഓഫ് ദീസ് ആണ് അല്ലെങ്കിൽ 1 ആണ് എന്ന് പറയുന്ന സമയത്ത് ഈ 4 അല്ല, പകരം 1 ആണ് എന്നുള്ള കാര്യം നമ്മൾ പറയുന്നു. ഓൾസോ അതിൻ്റെ കൂടെ അതിൻ്റെ പ്രൂഫ് അറ്റാച്ച് ചെയ്യണം. എത്ര ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും നമുക്ക് ചലഞ്ച് ചെയ്യാം. കണ്ടോ, എത്ര വേണമെങ്കിലും എനിക്ക് ചലഞ്ച് ചെയ്യാം. മനസ്സിലായില്ലേ? ഇത് എത്ര വേണമെങ്കിലും എനിക്ക് ചലഞ്ച് ചെയ്യാം. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ 200 രൂപ എന്നുള്ള നിരക്കിൽ വേണം നിങ്ങൾ ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൾസോ ഇതിൻ്റെ പ്രൂഫ് നിങ്ങൾ അറ്റാച്ച് ചെയ്യേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് ചോസൺ ഫയൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഫയൽ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് അറ്റാച്ച് ചെയ്യാം. ഓക്കെ, ഇവിടെ ക്യാപ്ചയും കൂടെ അറ്റാച്ച് ചെയ്തതിന് ശേഷം അടിച്ച് കയറ്റിയതിന് ശേഷം സബ്മിറ്റ് ആൻഡ് റിവ്യൂ ക്ലെയിംസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻസ് വരുന്നതായിരിക്കും. ഓക്കെ, യെസ്, താങ്ക് യു.